കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലം മുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നായിരുന്നു പുനർജനി ഫണ്ട്. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വിദേശ യാത്ര നടത്തി ഫണ്ട് സമാഹരിച്ചു എന്നായിരുന്നു ആരോപണം. മാത്രവുമല്ല, സർക്കാരിൻ്റെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തി എന്നും അന്നത്തെ LDF സർക്കാർ പറഞ്ഞിരുന്നു. ഈ ഫണ്ട് സമാഹരണത്തിന് വേണ്ടി UK-യിലെത്തി വിവിധ മലയാളി സംഘടനകളിൽ അദ്ദേഹം പ്രസംഗിച്ചു എന്നുമൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ വിഷയങ്ങളൊക്കെ വിജിലൻസ് അന്വേഷണത്തിൽ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു കഴിഞ്ഞ LDF സർക്കാരിൻ്റെ സമയത്ത്. ഒരുപക്ഷെ എല്ലാവരും ഓർക്കുന്നതാണ്, തെരുവുകളിലൊക്കെ ഒരു കേസ്, അതായത് ഈ വിജിലൻസ് അന്വേഷണം വരുന്നു, വ്യക്തമായ തെളിവുകൾ ഇല്ല എന്ന് വിജിലൻസ് പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ ഒരു സ്വതന്ത്ര ഏജൻസിക്ക് അല്ലെങ്കിൽ CBIക്ക് കേസ് വിടുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു കേസ് അല്ലെങ്കിൽ CBI അന്വേഷിച്ചാൽ ഈ കേസിന് കൃത്യമായ അല്ലെങ്കിൽ ഫലമുണ്ടാകില്ല എന്ന് പറയുന്നു. ഈ സമയത്തൊക്കെ VD സതീശൻ്റെ ചിത്രവും വെച്ച് തെരുവുകളിലൊക്കെ കണ്ട വലിയ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. എന്നെ ആരും പേടിപ്പിക്കേണ്ട, ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് എന്ന പേരിലൊക്കെ ചില വലിയ പോസ്റ്ററുകളും കട്ടൗട്ടുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതന്ന് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പുനർജനി ഫണ്ട് ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന വിജിലൻസ് പുനർജനി ഫണ്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് പങ്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ കേസ് എഴുതിത്തള്ളിയത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു. വിഷയം അവിടെയല്ല. LDF ഇപ്പോഴും വിടുന്ന കോളില്ല. രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രി VD സതീശനെ നേരിടാൻ തന്നെയാണ് അവരുടെ നീക്കം. ഇപ്പോൾ പറയുന്നു, വിദേശത്ത് ഫണ്ട് സമാഹരണത്തിന് വേണ്ടി പോയി, സർക്കാരിൻ്റെ അനുമതിയില്ലാതെ പോയി. മാത്രവുമല്ല, അവിടെ പല സ്ഥലങ്ങളിലും ഫണ്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളുണ്ട് എന്നൊക്കെയാണ് പുതിയ അവകാശവാദം. ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രി. അപ്പോൾ ഈ രണ്ട് സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോഴും LDF അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഈ പുനർജനി പദ്ധതിയുടെ കാര്യത്തിൽ. അതിനുമുണ്ടൊരു പ്രശ്നം. അതായത് അന്ന് വലിയ വിഷയമായിരുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു സ്വർണ്ണക്കടത്ത്. പ്രത്യേകിച്ചും ദുബായ് സ്വർണ്ണക്കടത്ത് എന്ന പേരിൽ അന്വേഷണം നടക്കുന്ന സമയം, സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു നിൽക്കുന്ന സമയം, പ്രതിപക്ഷ നേതാവ് വലിയ തരത്തിൽ അന്നത്തെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന സമയത്താണ് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം ഉയരുന്നതും ആ ആരോപണം പിന്നീട് അന്വേഷണത്തിലേക്ക് എത്തപ്പെടുന്നതും. എന്തായാലും വിജിലൻസ് 2-3 ഘട്ടങ്ങളിലായി അന്വേഷണം നടത്തി. പക്ഷേ ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ തെളിവുകൾ ഇല്ലായിരുന്നു. കാരണം മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് പുനർജനി പദ്ധതി പ്രകാരം മണപ്പാട് ഫൗണ്ടേഷൻസാണ് പറവൂരിലൊക്കെ തന്നെ വീട് വെച്ചു കൊടുത്തത്. അതിന് കൃത്യമായി തുക എങ്ങനെ വന്നെന്നും ആ തുക ആരുടെ പേരിലാണ് വന്നതെന്നുമുള്ള വ്യക്തമായ തെളിവുകളും അവർ ഹാജരാക്കി. അത് കൃത്യമായും മണപ്പാട് ഫൗണ്ടേഷൻസിൻ്റെ അവരുടെ ആ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലാണ് വിദേശത്ത് നിന്ന് പൈസ വന്നതെന്ന് വ്യക്തമാവുകയും ചെയ്തു. എന്നിട്ടും ഇതിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ ചർച്ച അവസാനിക്കാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. നിലവിൽ ഇപ്പോഴും ആ രാഷ്ട്രീയ വിഷയം തുടരുക തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി VD സതീശന് ഇപ്പോൾ വിടുതൽ കിട്ടിയെങ്കിലും LDF വിടുന്ന കോളില്ല. തൊട്ടു പിന്നാലെ കൂടിയിരിക്കുകയാണ്. വിവിധ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നു. ഒരു ഉന്നതതല അന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ LDFൻ്റെ ആവശ്യം. ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും LDF ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനത്തിൽ ചില ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വിട്ടുകൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. കാരണം VD സതീശൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഇംഗ്ലണ്ടിലെത്തുന്നു, ഇംഗ്ലണ്ടിൽ സംസാരിക്കുന്നു. ആ ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ വീഡിയോ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വിട്ടുകൊണ്ടായിരുന്നു
CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയം വീണ്ടും ഉന്നയിച്ചത്. രാഷ്ട്രീയപരമായി ഈ വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് CPIഎമ്മിൻ്റെ നീക്കം. എന്നാൽ ഒരു കാര്യം അദ്ദേഹം അന്ന് മുതൽ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ താൻ ഒരു പൈസ പോലും തൻ്റെ പേരിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളിലും അല്ലെങ്കിൽ തന്നെ തെരുവുകളിൽ കണ്ട വലിയ കട്ടൗട്ടുകളിലുമൊക്കെ ചെന്നു പറഞ്ഞേക്ക് ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് അദ്ദേഹം ഉറക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ വിഷയം വീണ്ടും വിവാദമാക്കാൻ തന്നെയാണ് CPIഎമ്മിൻ്റെ നീക്കം. രാഷ്ട്രീയപരമായി അത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീട് വെച്ചു അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചതൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ അന്ന് നടത്തി. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുമാണ്. ഈ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അതൊരു രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ CPIഎം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന കാര്യവുമാണ്. പക്ഷേ ഇതൊന്നും കേട്ട ഭാവം നടിക്കുന്നില്ല എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാരണം ആരോപണങ്ങൾ ഉയരട്ടെ, അതിന് പണ്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ മറുപടി പറഞ്ഞതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു കാര്യം, മുഖ്യമന്ത്രിക്കെതിരെ കിട്ടുന്ന ഓരോ ചെറിയ രാഷ്ട്രീയ വിഷയങ്ങളും അതല്ലെങ്കിൽ ഓരോ വിവാദ വിഷയങ്ങളും ഒക്കെ തന്നെ ഉയർത്തി മുഖ്യമന്ത്രിക്ക് പിന്നാലെ കൂടാൻ തന്നെയാണ് CPIഎമ്മിൻ്റെ തീരുമാനം എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുനർജനി പദ്ധതിയിലും ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടും മുഖ്യമന്ത്രിയെ വിടാതെ പിന്തുടരാൻ CPIഎം തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായി വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് സർക്കാർ അല്ലെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ നടത്തിയ നീക്കം എന്നൊക്കെയാണ് അവർ പറയുന്നതും അവർ ആരോപണമായി ഉന്നയിക്കുന്നതും. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും മുഖ്യമന്ത്രി മൗനമാണ്. ആഭ്യന്തരമന്ത്രി കൃത്യമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം കൃത്യമായി വായിച്ചെന്നും ഒരു സ്ഥലത്ത് പോലും മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് അതിൽ ബന്ധമില്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിദേശ ഫണ്ട് തട്ടിപ്പ് എന്ന വിഷയത്തിൽ നിന്നും തൽക്കാലം മുഖ്യമന്ത്രി മോചിതനായിരിക്കുന്നു. പക്ഷേ വിടാതെ പിന്തുടരാൻ തന്നെയാണ് CPIഎമ്മിൻ്റെ തീരുമാനം.